എന്തുകൊണ്ടാണ് കോൺഗ്രസ് പാർട്ടി രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ രാജി ആവശ്യപ്പെടാത്തത്? രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ രാജി ആവശ്യപ്പെടേണ്ട കാര്യമില്ല. അദ്ദേഹത്തെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയിരിക്കുന്നു. അദ്ദേഹം ഇപ്പം കോൺഗ്രസ് പാർട്ടിയുടെ MLA അല്ല. ആ ഒരു സാഹചര്യത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ രാജി ആവശ്യപ്പെടുന്നതിന് യാതൊരു പ്രസക്തിയുമില്ല. സസ്പെൻഷൻ നടപടിയാണല്ലോ. അല്ല, സസ്പെൻഷനിലാണല്ലോ ആദ്യത്തെ നടപടി. സസ്പെൻഷനാണ്. തുടർന്ന് ആണ് പിന്നെ ബാക്കി നടപടികളിലേക്ക് പോകുന്നത്. ഇപ്പോൾ അദ്ദേഹം 6 മാസക്കാലത്തെ പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്തിരിക്കുകയാണ്. അദ്ദേഹം പാർട്ടിയിൽ അംഗമല്ല, പാർട്ടിയുടെ പാർലമെൻ്ററി പാർട്ടിയിൽ അംഗമല്ല, പാർട്ടിയുടെ ഏതെങ്കിലും പദവികൾ വഹിക്കുന്നില്ല. ആ ഒരു സാഹചര്യത്തിൽ രാഹുൽ മാങ്കൂട്ടം MLA സ്ഥാനം രാജിവെക്കുമോ ഇല്ലയോ എന്നുള്ളത് കോൺഗ്രസ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസ് പാർട്ടിയെ ബാധിക്കുന്ന വിഷയമല്ല. അത് അദ്ദേഹം തീരുമാനിക്കേണ്ട കാര്യമാണ്. രാഹുൽ എന്തായാലും കോൺഗ്രസിന്റെ ഭാഗമായിട്ട് ഇപ്പോൾ കരുതുന്നില്ല നിലവിൽ. അല്ല, കോൺഗ്രസ് പാർട്ടിയിൽ ഇപ്പോൾ ഇല്ലല്ലോ. കോൺഗ്രസ് പാർട്ടിയിൽ ഇല്ല. കോൺഗ്രസ് പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്ത് നിർത്തിയിരിക്കുകയാണ്. അത് ആ സ്ഥിതി ഇപ്പോഴും തുടരുകയാണ്. സസ്പെൻഡ് ചെയ്തിരുന്ന സമയത്ത് പോലും രാഹുൽ മാങ്കൂട്ടത്തിൽ UDF സ്ഥാനാർത്ഥികൾക്ക് വേണ്ടി ക്യാമ്പയിനിങ്ങിന് ഇറങ്ങി പല പരിപാടികളിൽ പങ്കെടുത്തു. അത് പാർട്ടിയെ ഒരിക്കലും ആവശ്യപ്പെട്ടിട്ടില്ല കോൺഗ്രസ് പാർട്ടി സ്ഥാനാർത്ഥികൾക്ക് വേണ്ടിയോ. പാർട്ടിയെ ഒരിക്കലും രാഹുൽ മാങ്കൂട്ടത്തോട് പാർട്ടി സ്ഥാനാർത്ഥികൾക്ക് വേണ്ടിയോ UDF സ്ഥാനാർത്ഥികൾക്ക് വേണ്ടിയോ ക്യാമ്പയിൻ ചെയ്യണമെന്ന് പാർട്ടി ഒരിക്കലും ആവശ്യപ്പെട്ടിട്ടില്ല. അതുകൊണ്ട് തന്നെ ഈ ചോദ്യത്തിന് യാതൊരു പ്രസക്തിയില്ല. വളരെ പ്രധാനപ്പെട്ട ഒരു നേതാവാണ് കേരളത്തിലെ എന്നറിയാം. ഈ ഒരു ഐക്യം ഈ തീരുമാനത്തിലുണ്ടായിരുന്നു. പല നേതാക്കളും പല അഭിപ്രായം പറയുന്നുണ്ടല്ലോ. സസ്പെൻഡ് ചെയ്തതിലും അദ്ദേഹം ഇടപെടുന്നതിലും ഒക്കെ ഒരു ഐക്യത്തിനുള്ള തീരുമാനമാണ്. അല്ല, നേതാക്കൾ ആര് എന്തൊക്കെ അഭിപ്രായം പറഞ്ഞാൽ പാർട്ടി ഇക്കാര്യത്തിൽ ഒരു തീരുമാനമെടുത്തിട്ടുണ്ട്. കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റി ഒരു തീരുമാനമെടുത്തിട്ടുണ്ട്. ആ തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹത്തെ പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്യുകയുണ്ടായി. ഇപ്പോൾ അദ്ദേഹം പാർട്ടിയിൽ അംഗമല്ല, പാർട്ടിയിൽ നിയമസഭാ കക്ഷിയിലും അംഗമല്ല. അതുകൊണ്ട് തന്നെ കൂടുതൽ അതുമായി ബന്ധപ്പെട്ട ചോദ്യത്തിന് യാതൊരു പ്രസക്തിയില്ല. നേതാക്കന്മാര് രാഹുൽ മാങ്കൂട്ടത്തിനെ സംരക്ഷിക്കുന്നുണ്ടോ? ഞാൻ പറഞ്ഞല്ലോ, കോൺഗ്രസ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിനെതിരായി ആക്ഷേപങ്ങളും ആരോപണങ്ങളും ഉയർന്നു വന്ന സാഹചര്യത്തിൽ തന്നെ ഒരു പാർട്ടി എന്ന നിലയിൽ, കോൺഗ്രസ് പാർട്ടി എന്ന നിലയിൽ, ഒരു രാഷ്ട്രീയ പാർട്ടി എന്ന നിലയിൽ എടുക്കാവുന്ന തീരുമാനങ്ങൾ എടുക്കുകയും അതിന്മേൽ നടപടികൾ സ്വീകരിക്കുകയും ചെയ്തു. എന്നാൽ മറുഭാഗം ആലോചിച്ച് നോക്കൂ. ഇപ്പോൾ CPM-ൽ തന്നെ ലൈംഗിക ആരോപണത്തിന് വിധേയമായ ഒരു MLA അല്ല, ലഘൂകരിക്കുകയല്ല. ഞങ്ങൾ ആ വിഷയത്തെ ഗൗരവമായി തന്നെ കാണുകയും പാർട്ടിക്കകത്ത് ചർച്ച ചെയ്യുകയും ആ ചർച്ചയുടെ അടിസ്ഥാനത്തിലെടുത്ത തീരുമാനമാണ് അദ്ദേഹത്തെ പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്യുക, നടപടിയെടുക്കുക. ഞാൻ പറയട്ടെ, അതേസമയം ഇതിന് സമാനമായ ആരോപണം നേരിട്ട മുകേഷിനെ ഇതുവരെയും മാർക്സിസ്റ്റ് പാർട്ടിയുടെ പാർലമെന്ററി പാർട്ടിയിൽ നിന്ന് പോലും മാറ്റി നിർത്തിയിട്ടില്ല എന്നുള്ള കാര്യം നമ്മൾ കാണേണ്ടതാണ്. അല്ല, അത് നിങ്ങൾ കോൺഗ്രസിന്റെ സൈബർ പടയെ ഒതുക്കി നിർത്താനായിട്ട് കോൺഗ്രസിന്റെ സംസ്ഥാന നേതൃത്വം അതുകൊണ്ടാണല്ലോ പാർട്ടി നടപടി സ്വീകരിച്ചത്. അതുകൊണ്ടാണല്ലോ അദ്ദേഹത്തെ പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്തത്.